ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ രാത്രി അന്ന് നൈറ്റിൽ ലൈവ് പാർട്ടി ഉണ്ടായിരുന്നല്ലോ. ആ നൈറ്റ് ലൈവ് പാർട്ടിയിൽ നമ്മുടെ അർജുൻ ഇട്ടിരിക്കുന്ന മാലയുടെ ലോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീധുവിൻ്റെ കാതിൽ കിടക്കുന്ന ബട്ടർഫ്ലൈ ആണ് ആ ലോക്കറ്റ്. അപ്പം ഞാൻ 2 ദിവസം മുമ്പ് ആ വീഡിയോ ചെയ്തിരുന്നപ്പോൾ കുറേ പേര് നെഗറ്റീവൊക്കെ ആയിട്ട് വന്നു. അതൊന്നുമല്ല ചേച്ചി, എവിടെ നോക്കിയാണ് പറയണേന്നൊക്കെ. അപ്പം നിങ്ങളിത് കണ്ടിട്ട് ഒന്ന് പറയണേ, അത് തന്നെയാണോ എന്ന്. നമ്മുടെ അർജുന് ശ്രീധു കൊടുത്തതാണ്. ശ്രീധു കുറേ സാധനങ്ങൾ കൊടുത്ത കുറേ സാധനങ്ങളുണ്ട് അർജുൻ്റെ കയ്യിൽ. ശ്രീധു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓരോ സാധനങ്ങൾ കൊടുക്കും. പക്ഷെ അർജുനാണ് അവിടെ വെച്ച് ഏറ്റവും കൂടുതൽ കൊടുത്തേക്കണത്. അപ്പോൾ അർജുൻ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മോതിരങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അർജുൻ്റെ കയ്യിൽ കിടക്കുന്ന ആ മോതിരം നമ്മുടെ ശ്രീധു കൊടുത്താണ്. ശ്രീധുവിൻ്റെ കയ്യിൽ ആ മോതിരം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അതും അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നെ വേറെ കുറേ പേര് ഇങ്ങനെ കളിയാക്കി. അപ്പോൾ അതും നിങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ശ്രീധുവിനെയും അർജുനെയും എല്ലാവർക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമുക്കും മിസ് ചെയ്യുന്നുണ്ട്. ശ്രീജുൻ എല്ലാവരും മിസ് ചെയ്യണതാണ്. അപ്പോൾ കുറേ പേരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ശ്രീധുവിൻ്റെ എല്ലാ പോസ്റ്റിൻ്റെ അടിയിൽ. അപ്പോൾ നമ്മുടെ ശ്രീധു ഒരു പോസിറ്റീവായിട്ടുള്ള റീപ്ലൈ ആണ് തന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും കൊച്ചിയിലേക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊച്ചിയിലേക്ക് വന്നിട്ട് അർജുൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ തരുമെന്ന് അറിയില്ല. പക്ഷേ എല്ലാവർക്കും ഒരു ഇൻ്റർവ്യൂ തരുമെന്ന് ഉറപ്പാണ്. കാരണം ചെന്നൈയിലുള്ളത് കൊണ്ടാണ് ഇവിടെയുള്ളവർക്ക് ആർക്കും അങ്ങോട്ട് പോയിട്ട് ഇൻ്റർവ്യൂ ചോദിക്കാൻ പറ്റാത്തത്. എങ്ങാനും ഒരുപക്ഷെ ആരെങ്കിലും പോയി ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഭയങ്കര വൈറലായി മാറും. ഇപ്പം എന്തായാലും നമ്മൾ ശ്രീധു വരണം കാത്തിരിക്കുകയാണ് ബാക്കിയുള്ളവർ. അർജുനെയും ശ്രീധുവിനെയും കാണാനുള്ള തിടുക്കത്തിലാണ് എല്ലാവരും പറയണ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിലുള്ള ആ കോംബോ ഒരുപാട് മിസ്സിങ് ആണെന്നൊക്കെ. ശരിയാണ്, ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അവർ തന്നിരുന്നത്. എന്തായാലും അർജുനെയും ശ്രീധുവിനെയും ഒരേ ഫ്രെയിമിൽ കാണാനുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും. പിന്നെ അതേപോലെ തന്നെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട്. അർജുന് 650Kയും ശ്രീധുവിന് ഇപ്പോൾ 850Kയിലുമാണ് എത്തി നിൽക്കുന്നത്.